പിന്നെ ഇവിടെ പ്രശാന്ത് പറഞ്ഞത് പാർലമെന്റിലേക്കുള്ള മാർച്ച്, പാർലമെന്റ് സമ്മേളനം നടന്നപ്പോൾ വിദ്യാർത്ഥി യുവജന പ്രതിനിധികളുടെ CJP പാർലമെന്റ് മാർച്ച് അറിയിച്ചില്ലെന്ന്. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബാരിക്കേഡ് വെച്ച് തടയുന്നത്? നിങ്ങൾ കേന്ദ്ര സേനയെയും അടിക്കാൻ കൊണ്ടുവന്ന ദില്ലി സേനയും ഒക്കെ നിങ്ങൾ ഇറക്കിയത് എങ്ങനെയാ? നിങ്ങൾക്ക് ഒരു അറിവുമില്ലെങ്കിൽ, നിങ്ങളുടെ ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ അറിഞ്ഞില്ലെങ്കിൽ? അപ്പൊ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതാണ്, കള്ളമാണ്. പിന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നുഴഞ്ഞു കയറിയ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ദേശദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അത് സംഘപരിവാറുകാരാണ്. ഒരു തർക്കവും വേണ്ട. കർഷക സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് എന്നുള്ള വ്യാജേന നുഴഞ്ഞു കയറി ദേശീയ പതാക കീറിയെറിഞ്ഞതുവരെ സംഘപരിവാറുമായി ബന്ധമുള്ളവരാണെന്ന് നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. അപ്പൊ എല്ലാ കാലത്തും ഈ രാജ്യത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കി ന്യായമായിട്ടുള്ള അവകാശ പോരാട്ട സമരങ്ങളെ പൊളിക്കാൻ വേണ്ടി നുഴഞ്ഞു കയറി മുദ്രാവാക്യം വിളിക്കുന്നത് സംഘപരിവാറിന്റെ പണിയാണ്. നിങ്ങളുടെ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ നിമിഷം വരെ നുഴഞ്ഞു കയറ്റക്കാരെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്റലിജൻസ് ഫെയിലിയർ അല്ലേ? നിങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ സകല പരിപാടിയും ആകാശത്തോടെ പറന്നു പോകുന്ന പറവ വരെ നിങ്ങൾ നിരീക്ഷിക്കാൻ സംവിധാനം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ പിന്നെ നുഴഞ്ഞു കയറിയ ഈ അക്രമകാരികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിരായുധരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ന്യായമായ ആവശ്യം ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. പെൺകുട്ടികളെ ലൈംഗിക അതിക്രമം നടത്തുന്ന രീതിയിൽ വരെ അതിക്രമിക്കുന്നു, ആക്രമിക്കുന്നു, മുഖത്തടിക്കുന്നു, സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തിക്ക് അടിക്കുന്നു, കുത്തുന്നു. ഇതൊന്നും പ്രശാന്ത് ശിവൻ കണ്ടില്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ പരിക്കേറ്റ പോലീസുകാരുടെ ദീനരോധനമാണ് പ്രശാന്ത് ശിവൻ പറയുന്നതെങ്കിൽ ഇന്നലെ രാത്രി 11:45 ശേഷം 11:50 ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആശങ്കയോടൊപ്പമാണ്. അവർ പറയുന്ന ആശങ്ക ശരിയാണ് എന്നാണ്. അപ്പൊ പ്രശാന്ത് ശിവൻ ഇപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തിരുത്തി തരാനുള്ള ആഗ്രഹമില്ല. പക്ഷെ ഞങ്ങൾ കാണുന്നത് ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ മുദ്രാവാക്യങ്ങളും സമര പോരാട്ടങ്ങളുമായി തെരുവ് നിറയുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് കൈവിട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്രമസമാധാനം പാലിപ്പിക്കേണ്ട, സമാധാന ബോധം ഉണ്ടാകേണ്ട ഉദ്യോഗസ്ഥരാണ് ഡൽഹി പോലീസ്. അതില്ലാതെ വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ട് തെരുവ് തെമ്മാടികളെ പോലെ നെയിം ഫ്ലാഗ് ടാഗ് ഇല്ലാതെ യൂണിഫോം ഇല്ലാതെ തോന്നിവാസികളെ പോലെ വന്ന് തല്ലിയത് മുഴുവൻ ഡൽഹി പോലീസാണെന്ന് വിചാരിക്കുന്നില്ല. RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജറംഗ് ദളിന്റെയും ഗുണ്ടകളാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ അവർക്ക് പരിക്കേറ്റതിനെ കുറിച്ചാണ് പ്രശാന്ത് ശിവന്റെ ആവലാതി എങ്കിൽ ഞങ്ങളുടെ ആവലാതി അതല്ല. ആ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ കുറിച്ചിട്ടാണ്, അവരുടെ ആശങ്കയെ കുറിച്ചാണ്.